പി ആർ പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം. പി ആർ പ്രവീണ, മൂന്നാം സീറ്റ് ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. അത് ഒരു അന്തിമമായ ഉത്തരമാണ് എന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുകയല്ലേ? അതുപോലെ തന്നെ റൊട്ടേഷൻ ഫോർമുല അക്കാര്യത്തിൽ ലീഗിനെ കൂടി ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം തങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ബോധ്യപ്പെടുത്തിയെടുത്ത ഒരു തീരുമാനമെന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ വിശദീകരിക്കുന്നത് കേട്ടത്. ഏതു തരത്തിലാണ് ചർച്ചകൾ പോയത് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിനായി? പ്രവീണ. നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ റൊട്ടേഷൻ ഒരു ഫോർമുലയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ആദ്യം ഒഴിവ് വരുന്ന സീറ്റ്, ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റ് അത് ലീഗിന് കൊടുക്കുക. അതിനുശേഷം 2026 അബ്ദുൽ വഹാബിന്റെ സീറ്റ് ഒഴിവ് വരും, അത് കോൺഗ്രസ് എടുക്കുന്നു. അങ്ങനെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ പോകുന്നു. അപ്പോഴും 2 സീറ്റ് എന്നുള്ളത് ലീഗിന്, 2 രാജ്യസഭാ സീറ്റ് എന്നുള്ളത് ലീഗിന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. കാരണം മൂന്നാം സീറ്റിന് അവർക്ക് അർഹതയുണ്ട് എന്ന് നേതൃത്വം പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് ഒരു സീറ്റ് കൂടി വിട്ടുകൊടുത്തുകൊണ്ട് മറ്റ് സാമുദായിക സംഘടനകളുടെ അനിഷ്ടം വാങ്ങാൻ നിലവിൽ കോൺഗ്രസിന് കേരളത്തിൽ പറ്റുകയില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, കാരണം 5ാം മന്ത്രിസ്ഥാനമൊക്കെ വലിയ വിവാദം ഉണ്ടാക്കിയതാണ്, ആ സാഹചര്യം അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇത്തരം ഒരു ഫോർമുലയിലേക്ക് എത്തിയത്. അത് ലീഗും അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ വരുമ്പോൾ പോലും 2 രാജ്യസഭാ സീറ്റ് ലീഗിന് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അക്കാര്യത്തിൽ കൃത്യമായ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇത് ദേശീയ നേതൃത്വത്തോടും, അതായത് ഹൈക്കമാൻഡിനോടും സംസാരിച്ച് ഉറപ്പ് വാങ്ങിയ ശേഷമാണ് 4 വേള ചർച്ചയിലും ഇക്കാര്യം മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾക്ക് വഴിയുണ്ടായിരുന്നില്ല. ഇതിലൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ലീഗ് പ്രഖ്യാപിക്കുന്നതിലെ ഒരു ഔചിത്യക്കുറവായിരുന്നു. അതും ഇപ്പോൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ സീറ്റിലും അക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. റൊട്ടേഷൻ ആകുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ സീറ്റ് അവർക്ക് കൊടുത്തു അങ്ങനെ വഴങ്ങി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളോ ഒഴിയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോഴും കോൺഗ്രസിനുള്ളിൽ, പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഈ ഒരു നീക്കത്തെ എതിർക്കുന്നുണ്ട്. കാരണം ഈ സീറ്റ്, അതായത് ആദ്യം ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് KPCC അധ്യക്ഷന് K സുധാകരന് താല്പര്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകുന്ന മറുപടിയായിരുന്നു. നമുക്ക് ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്കും പോകണം. ലീഗിന്റെ പ്രതികരണം പാണക്കാട്ട് നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാണ് സ്ഥാനാർത്ഥി എന്ന സസ്പെൻസിന് ഇന്ന് മറുപടി ഉണ്ടാകുമോ? പാണക്കാട്ടേക്ക് നമ്മൾ പോകും.